നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകര മാഹി കനാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അജ്ഞാത മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാഹി കനാലിൽ തോടന്നൂർ കവന്തൂൻ നടപാലത്തിനടുത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഇത്തരത്തിലൊരു മൃതദേഹത്തെ ശ്രദ്ധയിൽപ്പെട്ടത്. അഴുകിയ നിലയിലാണ്, മുഖം വ്യക്തമല്ല, നൈറ്റിയാണ് വേഷം, തലയിൽ വെള്ള തോർത്ത് കണ്ട് കെട്ടിയിട്ടുണ്ട്, ഇടത് കൈയിൽ കറുപ്പും കാവിയും ചരടും കെട്ടിയിട്ടുണ്ട്. എന്തായാലും വടകര പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വടകര സ്റ്റേഷൻ പരിധിയിൽ സ്ത്രീകളെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസുകളില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്ത ഇത്തരം കേസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ആരുടേതാണ്, എന്താണ് സംഭവിച്ചത്, ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പാലക്കാട് നിന്നും പുറത്തു വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പാലക്കാട് വെള്ളിനേഴി സ്വദേശി സുരേഷാണ് മരിച്ചത്. 36 വയസ്സാണ് ഈ വ്യക്തിക്ക്. ഇയാളെ 4 ദിവസമായി കാണാതായി എന്ന പരാതി ശക്തമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശ്രീകൃഷ്ണപുരം മാങ്ങോട് മില്ലുംപടിയിൽ വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. സുരേഷ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചെർപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. എന്തായാലും എങ്ങനെയാണ് മരിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല, ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് നിന്ന് വന്ന കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്ത. കൊല്ലം ആയൂരിൽ 21-കാരി ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. കൊല്ലം കാരാളിക്കുണം സ്വദേശിനി അഞ്ജന സതീഷാണ് മരിച്ചത്. നിഹാസിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് അഞ്ജനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ അഞ്ജനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 6 മാസം മുമ്പാണ് ഇതര മതസ്ഥരായ അഞ്ജനയും നിഹാസും തമ്മിൽ താമസം തുടങ്ങിയത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു കാരാളിക്കോണം സ്വദേശി നിഹാസ്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ആൺ സുഹൃത്തിനൊപ്പം പോകണം എന്ന താല്പര്യം യുവതി അറിയിച്ചു. അതിന് പ്രകാരം തീരുമാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം യുവതിയെ ഈ ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അഞ്ജനയെ നിഹാസ് നാട്ടുകാരും ചേർന്ന് ഈ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടപ്പോൾ തന്നെ അഴിച്ചിറക്കി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആദ്യയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മരണകാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വീട്ടിൽ മറ്റാരുമായും അഞ്ജനയ്ക്ക് പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നാണ് വീട്ടുകാരുടെ മൊഴി. ഇതര മതസ്ഥരായത് കാരണം ഇരുപക്ഷത്തെയും കുടുംബങ്ങൾ തുടക്കം മുതൽ ഇവരുടെ ബന്ധത്തെ വലിയ രീതിയിൽ എതിർത്തു. ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അഞ്ജനയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂരിലെ ഒരു സംഭവം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞ സംഭവമാണ്. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയുടെ ആത്മഹത്യ. ഈ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിലായിരുന്നു. മരിച്ച ഫസീലയ്ക്ക് 23 വയസ്സായിരുന്നു. ഭർത്താവ് നൌഫൽ, ഭർത്തൃമാതാവ് റംല എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഫസീലയുടെ നാഫിയിൽ ചവിട്ടിയിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായി. രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു നൌഫലിന്റെ ക്രൂരപീഡനം. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു വീടിന്റെ മുകളിലെ ട്രസ്റ്റ് വർക്കിന്റെ ഇരുമ്പ് സ്ക്വയർ ട്യൂബിൽ ഷോൾ ഉപയോഗിച്ച് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഫസീലയെ കണ്ടെത്തിയത്. ഭർത്താവിന്റെ വീട്ടുകാർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മരണം സംഭവിച്ചു. ഗർഭിണി എന്നറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടി. ഫസീല മരിക്കുന്നതിന് മുമ്പ് തന്റെ ഉമ്മയ്ക്ക് സന്ദേശം അയച്ചിരുന്നു. ആ സന്ദേശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിട്ടും വയറ്റിൽ ചവിട്ടി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഫസീല ഉന്നയിച്ചിരിക്കുന്നത്. താൻ മരിക്കാൻ പോവുകയാണ്, മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന ഒരു വ്യത്യസ്തമായ ഒരു ആവശ്യവും കൂടി ഫസീല മുന്നോട്ട് വച്ചിരുന്നു. തന്റെ അപേക്ഷയാണ് എന്നും ഫസീല രാവിലെ 6:49 അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. 1.25 വർഷം മുൻപായിരുന്നു കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനായ നൌഫലുമായി ഫസീല വിവാഹിതയായത്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല. ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നാണ് ജീവൻ ഒടുക്കിയതെന്ന് വ്യക്തമാകുന്ന ഫസീലയുടെ സന്ദേശങ്ങൾ ഏറ്റവും നിർണായകമായി ഈ കേസിൽ മാറിയിരിക്കുകയാണ്. ഭർത്താവിന്റെയും അമ്മയുടെയും പീഡനത്തിൽ മനനൊന്ത ഫസീല സ്വന്തം മാതാവിന് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലുമെന്നാണ് ഫസീല ആ സന്ദേശത്തിൽ അവസാനമായി ഉമ്മയോട് നെഞ്ചുപൊട്ടി പറഞ്ഞത്.
സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിലായി. ഭർത്തൃപീഡനമാണ് മരണത്തിന് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഇതിനു പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഫസീല ഉമ്മയ്ക്ക് അയച്ച സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഉമ്മ, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്. നൗഫൽ വയറ്റിൽ ചവിട്ടി ഉപദ്രവിച്ചു. വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിന്റെ കഴുത്തിന് പിടിച്ചു. ഇവിടുത്തെ ഉമ്മയും എന്നെ പീഡിപ്പിച്ചു, തെറി വിളിച്ചു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ഇവർ കൊല്ലും. എൻ്റെ കൈ നൗഫൽ പൊട്ടിച്ചു, പക്ഷെ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. ഇതായിരുന്നു ഫസീലയുടെ അവസാന ആവശ്യം. ഇതിനുശേഷമാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നൗഫലിനും മാതാവിനുമെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണക്കുറ്റം എന്നിവയടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. കഴിഞ്ഞ ദിവസം ഫസീലയും ഭർത്താവും ഭർത്തൃമാതാവും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഭർത്താവ് യുവതിയെ ഉപദ്രവിച്ചത്. ഇതിൽ മനംനൊന്താണ് യുവതി വീടിന്റെ ടെറസിലെത്തി തൂങ്ങി മരിച്ചത്. ഇത് കണ്ട നൗഫലും മാതാവും ഫസീലയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ വിവരം നൗഫൽ ഫസീലയുടെ കുടുംബത്തെയും അറിയിച്ചില്ല. തുടർന്ന് യുവതിയുടെ കുടുംബം നൗഫലിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഫസീലയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷവും 9 മാസവുമേ ആയിട്ടുള്ളൂ. ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട്. യുവതി രണ്ടാമത് ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നു എന്ന സന്ദേശം വന്നപ്പോൾ മാത്രമാണ് ഫസീലയുടെ വീട്ടുകാർ അറിഞ്ഞതെന്നതും ഏറ്റവും ശ്രദ്ധേയം. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളായിരുന്നു ഫസീല. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4:30യോടെയാണ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. രാവിലെ 9-ന് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പകൽ 3-ന് തേവലക്കര കോയിവിള അതുല്യ നിവാസിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. കഴിഞ്ഞ 19-നാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ മരണശേഷം ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. സതീഷ് ശങ്കറിന്റെ ശാരീരികവും മാനസികവുമായ ക്രൂരപീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്ന് അച്ഛൻ എസ് രാജശേഖരൻ പിള്ളയും അമ്മ തുളസിഭായും ആരോപിച്ചിരുന്നു. അതുല്യയുടെ അച്ഛൻ ചവറ തെക്കുഭാഗം പോലീസിന് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷ് ശങ്കറിനെതിരെ കേസെടുത്ത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറാണ് സതീഷ് ശങ്കർ. അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് കരുനാഗപ്പള്ളി ASPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. കാരണം അതുല്യയുടെ അമ്മ തന്റെ മകളെ കൊലപ്പെടുത്തിയെന്ന രീതിയിലാണ് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തത്. സതീഷിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. സതീഷ് ഭാര്യയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. അതേസമയം അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ അടക്കം നേരത്തെ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. എന്നാലും അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ പ്രത്യേക 8-അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭവനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ചവറ തെക്കുഭാഗം SHOയാണ് നേരിട്ട് അന്വേഷിക്കുക. കരുനാഗപ്പള്ളി ASP സംഘത്തിന് മേൽനോട്ടം വഹിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.